എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പുതിയ പങ്കാളിയെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം നമ്മൾ കണ്ട കാര്യമാണ് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അല്ലെങ്കിൽ പുതിയ ലാഭനഷ്ട അനുപാതം എത്രയെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഒരു പുതിയ പങ്കാളി സ്ഥാപനത്തിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് രണ്ട് രീതിയിലുള്ള അവകാശങ്ങളാണ് ലഭിക്കുന്നത്. ഒന്ന്, അസറ്റുകൾ ഷെയർ ചെയ്യാനുള്ള അവകാശം. രണ്ടാമത്, ലാഭം പങ്കിടാനുള്ള അവകാശം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പഴയ പങ്കാളികൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ലാഭം അവരുടെ ഇടയിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുതിയ ഒരാളും കൂടി വരുന്ന സമയത്ത് എന്ത് ചെയ്യും? പഴയ പങ്കാളികൾ അവരുടെ കുറച്ച് ഭാഗം ലാഭം എന്ത് ചെയ്യും? പുതിയ പങ്കാളിക്ക് നൽകിയിട്ടാണ് എന്ത് ചെയ്യുക? പുതിയ പങ്കാളി എല്ലാവരും ചേർന്നിട്ട് പിന്നീട് അവർ ലാഭം പങ്കിട്ട് നൽകുന്നത്. അപ്പോൾ പുതിയൊരാൾ വരുന്ന സമയത്ത് പഴയ ആൾക്കാരുടെ ലാഭത്തിൻ്റെ വിഹിതത്തിലും മാറ്റം ഉണ്ടാവും. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ എ, ബി എന്നുള്ള രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അവർ ഈക്വലായിട്ടാണ് ലാഭം ഷെയർ ചെയ്തിരുന്നത്. ഇപ്പോൾ 100 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാലും എയും ബിക്കും കിട്ടുന്നത് 50 രൂപയാണ്. എയും ബിയും 50 രൂപ അവർക്ക് ലാഭം കിട്ടും. അവരെന്ത് ചെയ്തു? സി എന്നുള്ള ഒരാളെ പാർട്ട്ണറായിട്ട് ചേർത്തു. സി എന്നുള്ള ആൾ ചേരുന്ന സമയത്ത് എ എന്ത് ചെയ്തു? തൻ്റെ 50 രൂപയിൽ നിന്നും 15 രൂപ സിക്ക് കൊടുത്തു. ബിയും അതേപോലെ 15 രൂപ സിക്ക് കൊടുത്തു. അപ്പോൾ എയുടെ പുതിയ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 50 രൂപ കിട്ടുമായിരുന്നു. 50 15 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എക്ക് എത്ര കിട്ടുള്ളൂ? 35 കിട്ടുള്ളൂ. ബിക്കും അതേപോലെ തന്നെയാണ്. ആദ്യം 50 രൂപ കിട്ടുമായിരുന്നു. 50 15 പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ലാഭത്തിൻ്റെ ഷെയർ ബിക്ക് 35ആണ്. സിയുടെ ഷെയർ നോക്കുകയാണെങ്കിൽ എ ഒരു 15 രൂപ കൊടുത്തിട്ടുണ്ട്, ബി ഒരു 15 രൂപ കൊടുത്തിട്ടുണ്ട്. 15 + 15 30ആയി. അപ്പോൾ പണ്ട് എയും ബിയും 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 50 + 50 എന്ന് ഷെയർ ചെയ്യുന്നതിന് പകരം സിയും കൂടി വന്ന സമയത്ത് എങ്ങനെയായി? 35 + 35 + 30 എന്നുള്ളതായി. അപ്പോൾ പുതിയൊരു പങ്കാളി വരുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കേണ്ടി വരും? നിലവിലുള്ള പാർട്ട്നേഴ്സിൻ്റെ എന്ത് സംഭവിക്കും? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ദർ വിൽ ബി സം ചേഞ്ചസ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തുണ്ടാവും? ചില മാറ്റങ്ങൾ സംഭവിക്കും. പുതിയ പങ്കാളിക്ക് എന്ത് കിട്ടും? ഒരു ചെറിയൊരു ഷെയർ കിട്ടുകയും ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പുതിയ പങ്കാളിക്ക് പങ്കിട്ട് നൽകുക എന്നുള്ള കാര്യങ്ങളെല്ലാം ആരാണ് തീരുമാനിക്കുക? ഈ എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ചിട്ടാണ് തീരുമാനിക്കുക. ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്നേഴ്സും ഒരുമിച്ചിരുന്നിട്ടാണ് ഇനിയുള്ള പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പല രീതിയിൽ നമുക്ക് എന്ത് തരാം? പുതിയ പങ്കാളിക്ക് നൽകുന്ന ഷെയറിനെ കുറിച്ച് പല രീതിയിലും പറയാറുണ്ട്. അപ്പോൾ ഓരോ രീതിയിലും പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ഓൾ ദ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സും തമ്മിലുള്ള പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് വരാവുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിന് വീഡിയോസ് വേറെ തരുന്നുണ്ട്. നമുക്ക് ആദ്യം വരാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ആർ ഓൺലി ഗിവൺ. പഴയ റേഷ്യോ തന്നിട്ടുണ്ടാവും, പുതിയ പങ്കാളിക്ക് ഇത്ര ഷെയർ കൊടുക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മറ്റുള്ള വീഡിയോസിൽ നൽകുന്നതാണ്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ വരാവുന്നത് വെൻ ഓൾഡ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഈക്വലി. പുതിയ പങ്കാളിക്ക് നൽകുന്നത് രണ്ട് പാർട്ട്നേഴ്സും ഈക്വലായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ രണ്ടുപേരും ഈക്വലായിട്ടാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക? മൂന്നാമത്തെ ഇത് പറഞ്ഞിരിക്കുന്നത് വെൻ ഓൾഡ് പാർട്ട്നേഴ്സ് ഡിവൈഡ് ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഇൻ എ അഗ്രീഡ് റേഷ്യോ. ഈക്വലായിട്ട് ഷെയർ ചെയ്യാതെ മറ്റൊരു റേഷ്യോയിൽ അവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്? അതേപോലെ തന്നെ വെൻ ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് ഈസ് ഗിവൺ. അവരുടെ സാക്രിഫൈസ് ഞാൻ പറഞ്ഞു, ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ കുറച്ച് ഭാഗം ആർക്ക് നൽകും? ന്യൂ പാർട്ട്ണർക്ക് നൽകും. അങ്ങനെ നൽകുന്നതിന് വിളിക്കുന്ന പേരാണ് സാക്രിഫൈസ്. അവരുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗമാണ് ന്യൂ പാർട്ട്ണർക്ക് നൽകുന്നത്. അപ്പോൾ അവരുടെ ലാഭം അത്ര കണ്ട് കുറയും, അത്ര കണ്ട് അവർ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സാക്രിഫൈസ്. അങ്ങനെയുള്ള സാക്രിഫൈസ് നമുക്ക് തരികയാണെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് പുതിയ റേഷ്യോ കണ്ടുപിടിക്കാം?
ഏറ്റവും അവസാനത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ഓൺലി വൺ പാർട്ട്ണർ കോൺട്രിബ്യൂട്ട് ഹിസ് ഷെയർ ടു ന്യൂ പാർട്ട്ണർ. ഏതെങ്കിലും ഒരു പങ്കാളി മാത്രം പുതിയ പാർട്ട്ണർക്ക് ഷെയർ നൽകുകയാണെങ്കിൽ, എല്ലാവരും ചേർന്ന് ഷെയർ ചെയ്യുന്നില്ല, എല്ലാവരും ചേർന്ന് നൽകുന്നില്ല, ഒരാൾ മാത്രം പുതിയ പാർട്ട്ണർക്ക് ഷെയർ കൊടുക്കുകയാണെങ്കിൽ, ഇത്രയും സിറ്റുവേഷൻസ് വരാം. ഈ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എങ്ങനെയാണ് പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോസ് ഞാൻ അടുത്തുള്ള ക്ലാസ്സുകളിൽ തരാം. ആ വീഡിയോസ് കണ്ട് 1-2 പ്രാവശ്യം കണ്ട് ഇത് ഓരോ രീതിയിലും എങ്ങനെയാണ് പുതിയ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കിത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് പുതിയ റേഷ്യോയുടെ കാര്യം ചോദിക്കാം. എസ്എ ക്വസ്റ്റ്യനിൽ നമുക്ക് പുതിയ റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ടാവാം. ഇപ്പോൾ പുതിയ റേഷ്യോയുടെ കാൽക്കുലേഷൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഈ ഓരോ സിറ്റുവേഷനിലും ഇനി തരുന്ന വീഡിയോസ് വളരെ കൃത്യമായിട്ട് കണ്ടത് മനസ്സിലാക്കി വയ്ക്കുക.